ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ശർക്കര വരട്ടി. ഓണം ഒക്കെ വരുമല്ലോ, ഓണത്തിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സദ്യ ഒക്കെ ഉണ്ടാക്കുമ്പം ശർക്കര വരട്ടി ഉണ്ടാക്കണമെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കാം. ഓക്കെ, എത്രത്തോളം ഉണ്ടാക്കണം അതനുസരിച്ചിട്ട് കായ എടുത്ത് വെക്കുക. അതേ ഈ കായ കേട്ടോ, നേന്ത്രക്കായ അല്ലെങ്കിൽ ഏത്തക്കായ ഇല്ലാതെ പച്ച വേണം. ഓക്കെ, പച്ചയെന്ന് വെച്ചാൽ വിളഞ്ഞത് കേട്ടോ, വിളയാത്തൊക്കെ കൊള്ളില്ല, വിളഞ്ഞിട്ട് പച്ചയായിട്ടിരിക്കുന്ന കാരണം യൂസ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കതൊന്ന് തൊലി കളഞ്ഞിട്ട് അതിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഓക്കെ, ഞാൻ ഇപ്പോൾ 2 എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, പിന്നെ ആവശ്യമുള്ളത് കോക്കനട്ട് ഓയിൽ, വറക്കാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ എടുത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇത് കട്ട് ചെയ്തിട്ട് വരാം. നിങ്ങൾ ആദ്യം ഇവിടെ കട്ട് ചെയ്യണം. ഓക്കെ, ഈ എൻഡ് കട്ട് ചെയ്യുക. ഓക്കെ, കട്ട് ചെയ്തിട്ട് 2 സൈഡും കട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ തൊലിച്ചെടുക്കാറുണ്ട്. കറ പറ്റായിരിക്കും, വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ പുരട്ടി കൊടുക്കാം. ഇങ്ങനെ അങ്ങ് ഇളകി വരും കേട്ടോ. ഉണ്ടോ, ഇളകി വന്നുണ്ട്. ഞാനിതൊന്ന് കാണിച്ചു തരാം. ആദ്യം ഈ സൈഡും കട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ എന്താ റിഡ്ജ് പോലെ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നുണ്ടല്ലേ, ഇത് അവിടെ വെച്ചിട്ട് ഏതെങ്കിലും ഒരു സൈഡ് നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ വരെ മേളിൽ ഇളക്കുക. ഇങ്ങനെ മേളിൽ വരെ ഇളക്കിയിട്ട് ഇങ്ങനെ വരികയുണ്ട് ഇളകി. ഇങ്ങനെ അങ്ങ് പൊട്ടിച്ചെടുക്കുന്ന പോലെ ഇരിക്കുന്നുണ്ട്. കയ്യിൽ കറയാവാതിരിക്കാൻ ഞാൻ പറഞ്ഞു, കുറച്ച് വെളിച്ചെണ്ണ എന്തെങ്കിലും തേച്ചാൽ കയ്യിൽ കറയാവാതിരിക്കും. ഇങ്ങനെ എടുക്കുന്നുണ്ട്, ഇങ്ങനെ ഇളകി വരുന്നുണ്ട്. അതേപോലെ തൊലിയെടുത്ത് ഉണ്ട്. ഇപ്പോൾ തൊലിയെടുത്ത് വെച്ചു. ഇങ്ങനെ എന്തെങ്കിലും കറുത്ത് ഇങ്ങനെ തൊലിയുടെ പാർട്സ് ഇരിക്കുവാണെങ്കിൽ നമുക്കിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എടുത്ത് കളഞ്ഞാൽ മതി കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളഞ്ഞ് ഉണ്ടാക്കാം. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കട്ട് ചെയ്തു. ശർക്കര വരട്ടിക്കാകുമ്പോൾ നമ്മൾക്ക് എന്ത് ഇതിലാണ് കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ കട്ട് ചെയ്യും. ഇപ്പം ഈ രീതിയിൽ വേണം ഇങ്ങനെ കട്ട് ചെയ്യാം. ഇത്രയും ഉണ്ടോ, ഇങ്ങനെ കട്ട് ചെയ്യണം. അതല്ലെങ്കിൽ ചിലർ ഇത്രയും ചെറുതായിട്ട് കട്ട് ചെയ്യും. ഓക്കെ, അപ്പം ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ എടുക്കാം. ഉണ്ടോ, ഏത് സ്റ്റൈലിൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ഇങ്ങനെ വേണമെങ്കിൽ എടുക്കാം, അതല്ല ഇങ്ങനെ. ഓക്കെ, വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ ബാക്കി കൂടെ കട്ട് ചെയ്യട്ടോ. 2 രീതിയിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ അരിഞ്ഞു, കുറച്ച് ഒരു കായ് ഇങ്ങനെ അരിഞ്ഞു. ഓക്കെ, ഞാൻ 2 കായ് എടുത്തിട്ടുള്ളൂ. ഇങ്ങനെ അരിഞ്ഞു വെച്ചു. പൊടികൾ വേണം കുറച്ച് കേട്ടോ. ഇത് ഏലക്കാപ്പൊടി, ഇത് ചുക്കുപൊടി, ഇത് ജീരകപ്പൊടി. ഞാൻ ഓരോ ടീസ്പൂൺ വെച്ചെടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്ക് ആഡ് ചെയ്യാം. അതിൻ്റെ മണം ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടുതൽ ഇടാം. ഓക്കെ, പിന്നെ വേണ്ട ശർക്കര. ശർക്കരയാണെങ്കിൽ ഇത് ഞാൻ ജസ്റ്റ് വെയിറ്റ് നോക്കിയപ്പോൾ 250 ഗ്രാമേ ഉള്ളൂ കേട്ടോ. ഞാൻ 2 കായ എടുത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുക. 2 രീതിയിൽ കട്ട് ചെയ്തിരിക്കുന്നുണ്ട്, ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തിട്ട് നോക്കിയപ്പോൾ 250 ഗ്രാമേ ഉള്ളൂ. ഇപ്പോൾ 125 ഗ്രാം എടുത്ത് ശർക്കര കേട്ടോ. ഇതൊന്ന് ഉരുക്കിക്കൊണ്ട് വരണം. ഓക്കെ, ജസ്റ്റ് ഒന്ന് കുറച്ച് വെള്ളത്തിലൊന്ന് ഉരുക്കി വെച്ചേക്കാം നമുക്കിപ്പോഴേ. ശർക്കരയ്ക്കകത്തോട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കി വെക്കാൻ പോവാം കേട്ടോ. അത് മതിയായിരിക്കും. ഇത് 125 ഗ്രാമേ ഉള്ളൂ ശർക്കര. അപ്പോൾ 1/2 കപ്പ് വെള്ളത്തിൽ ഉരുക്കി വെക്കാം. ഓക്കെ, ഇതും അഴുക്കുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉരുക്കിയിട്ട് അരിച്ചെടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അല്ല, നല്ല ശർക്കര ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അങ്ങ് ഉണ്ടാക്കാം. ഇത് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അരിച്ചെടുക്കാമല്ലോ. ഇതിപ്പം ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ. അരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഉരുക്കി ഇങ്ങനെ അരിച്ച് വെച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാക്കി വറുത്തെടുക്കാം. ഓക്കെ, വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവണം. ഇത് ആദ്യം വറുക്കാം, പിന്നെ
ഇതും 2 ടൈപ്പല്ലേ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് 2ആയിട്ട് വറുത്തെടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത്. ഓക്കെ, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പയ്യെ വറുത്തെടുക്കുക. ഓക്കെ, പിന്നെ നമുക്കത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വറുത്തെടുക്കുക. ഓക്കെ, വറുത്തിട്ട് ഞാൻ കാണിച്ചു തരാം നമുക്ക് എത്രത്തോളം വറുക്കണം. ഓക്കെ, എന്തെങ്കിലും തിളയ്ക്കുന്ന പോലെ കാണാം അല്ലേ? ഈ നന്നായിട്ട് ഇത് വറുത്ത് വരുമ്പം ഇതങ്ങ് നിന്ന് വരും. ഓക്കെ, ഇങ്ങനെ തിളയ്ക്കുന്ന പോലെ ഉള്ളത് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് ഓൾറെഡി വറുത്ത് വന്നിട്ടുണ്ടെന്ന്. ഓക്കെ, ഈ വറുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ഓക്കെ, കരിഞ്ഞു പോവാതെ ഇളക്കി കൊടുക്കണം. കുറഞ്ഞ് വരുന്നുണ്ട്, നമ്മളിട്ട പോലെ ഇപ്പോൾ വറുത്ത് വരുന്നുണ്ട്, ഓൾമോസ്റ്റ് ആയി വരുന്നുണ്ട്. പിന്നെ സൗണ്ട് ഉണ്ട്. പിന്നെ നമ്മൾ ആ ഇട്ട പോലെ അല്ല ഇരിക്കുന്നുണ്ട്, പിന്നെ മറ്റേതിങ്ങനെ പതിഞ്ഞ് വരുമല്ലോ, അത് ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. അപ്പം ദാറ്റ് മീൻസ് ഇത് നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ടെന്ന് കേട്ടോ. ഞാൻ ഒരെണ്ണം എടുത്തിട്ട് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം ഇതെങ്ങനെയുണ്ടെന്ന്. ഉണ്ടോ, ഇപ്പോൾ പൊട്ടി വരുന്നുണ്ട്. ഉണ്ടോ, പൊട്ടി വരുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കി ഇത് വറുത്തിട്ടുണ്ടെന്ന് കേട്ടോ. ഇപ്പം നമുക്ക് എടുക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കണം കേട്ടോ. ഇളക്കി വറുത്തെടുക്കണം കേട്ടോ. ഇപ്പം ഞാൻ ഒരു കായേ ഉള്ളൂ വറുത്തത്. ആയിട്ടുണ്ട്, എനിക്ക് കേട്ടില്ല സൗണ്ട്. അത് വറുത്തത് പിന്നെ ഞാൻ പൊട്ടിച്ച് കാണിച്ചു. അപ്പോൾ വറുത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു 10-15 മിനിറ്റ് വരെ നിങ്ങൾക്ക് ഇട്ട് വറുത്തെടുക്കാം കേട്ടോ. ഒരു പ്രാവശ്യം ഇടുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയാണ്, കൂടുതൽ സമയം എടുക്കും കേട്ടോ. ഇപ്പോൾ ഒരു കായക്ക് ഇതുപോലെ വറുക്കാനെങ്കിൽ 10-15 മിനിറ്റ് വരെ നിങ്ങൾ ഇതുപോലെ വറുത്തെടുക്കുക. ഇപ്പോൾ ഡബിളോ അല്ലെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റി ആണെങ്കിൽ അരമണിക്കൂറൊക്കെ ഇതുപോലെ മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്ത് ഇത് നോക്കിയാൽ മതി. ഉണ്ടോ, അങ്ങനെ വറുത്ത് വന്നിട്ട് ആ തിള നിൽക്കും. പിന്നെ പൊട്ടിച്ച് നോക്കുമ്പം 2ആയിട്ട് പൊട്ടി വരുന്നുണ്ടെങ്കിൽ ഉണ്ടോ, ഞാൻ പൊട്ടിച്ച് നോക്കിയത് പൊട്ടി വന്നപ്പം ആയിട്ടുണ്ട്. ഇത് മതി കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ കോരാൻ പോവാം. ഇരിക്കട്ടെ. ഓക്കെ, മറ്റേതില്ലേ അരിഞ്ഞ് വെച്ച് കൊടുക്കുക. അതും ഇതുപോലെ ഉണക്കാക്കി. ആദ്യം നമ്മൾ ഇടുമ്പം നന്നായിട്ട് ഇങ്ങനെ പതിഞ്ഞ് വരും. എന്നിട്ട് നമുക്ക് കുക്ക് ചെയ്ത് വരുന്നതെന്ന് വെച്ചാൽ വറുത്ത് വരികയെന്ന് വെച്ചാൽ അതിൻ്റെ തിള നിൽക്കും. പിന്നെന്താ പറയുന്നത്, സൗണ്ട് കേൾക്കും. പൊട്ടിച്ച് നോക്കുമ്പം 2ആയിട്ട് പൊട്ടി വരും. ഓക്കെ, നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വറുത്ത് വരക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെക്കുമ്പോൾ ഇങ്ങനെ തിള ഇങ്ങനെ കുറഞ്ഞ് വരിക. മീൻസ് വറുത്ത് വരുന്നുണ്ടെന്ന് കേട്ടോ. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയതുണ്ട് ഈ തിക്നെസ്സിൽ, ഈ ഷേപ്പിലാണ് ഉണ്ടാക്കിയത് കേട്ടോ. ആദ്യത്തെ ഈ തിക്നെസ്സിൽ ഉണ്ടാക്കണം. മറ്റേ എന്താ ഇതില്ല, നമ്മുടെ ഉപ്പേരി പോലെ ആവില്ല കേട്ടോ. കുറച്ച് തിക്നെസ്സിൽ വേണം നമ്മളിത് കട്ട് ചെയ്യുക. ഇതായി അതിന് ഞാനുണ്ടോ ഇതേപോലെ തിക്നെസ് പോലെ ഇരിക്കുമ്പോൾ നമ്മൾ വറുത്തെടുക്കുന്നത് ടൈം കേട്ടോ. നോക്കുക, ഈ തിള നിൽക്കുമ്പോൾ നമുക്ക് അറിയാൻ വറുത്ത് വന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ തിളയൊക്കെ നിന്ന് വന്നിട്ടുണ്ട്. ഉണ്ടോ, ഞാനൊരെണ്ണം ഒന്ന് പൊട്ടിച്ച് നോക്കിയിട്ട് പൊട്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പം മീൻസത് നന്നായിട്ടുണ്ട്. സൗണ്ട് കേട്ടിടും, നിങ്ങൾക്ക് സൗണ്ടും കേൾക്കുന്നുണ്ട്. തിള കുറഞ്ഞ് വന്നു. പൊട്ടിച്ച് നോക്കിയപ്പോൾ 2ആയിട്ടാവുന്നുണ്ട്. ഉണ്ടോ, പൊട്ടിച്ച് വേണം 2ആയിട്ടാവുന്നു, പൊട്ടി വരുന്നുണ്ട്. അപ്പം ദാറ്റ് മീൻസ് അത് ആയിട്ടുണ്ടെന്ന് കേട്ടോ. ഇപ്പം നമുക്ക് കോരിയെടുക്കാം. ഞാൻ നന്നായിട്ട് നിരത്തി വെക്കുക കേട്ടോ. നിരത്തി വെക്കുമ്പോൾ അത് വേഗത്തിൽ തണുത്ത് വരും. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ശർക്കര ഉരുക്കിയത് അതിനകത്തോട്ട് ഇട്ട്, ശർക്കര ഉരുക്കിയതൊന്ന് നൂൽപ്പരുവാക്കി എടുക്കണം. എടുത്തിട്ട് അതിനകത്തോട്ടിട്ട് ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്തൊന്ന് നമ്മൾ ഉരുക്കി വെച്ചില്ലേ, ഉരുക്കി വെച്ചത് ഒന്നുകൂടെ ഒന്ന് ആക്കിയെടുക്കുക. പിന്നെ എല്ലാം എടുത്തെടുത്ത് വെച്ചേക്കണം. ഇത് വറുത്തത് പിന്നെ പൊടികളൊക്കെ. ഓക്കെ, നൂൽപ്പരുവ് ആറായി വരുന്നുണ്ട് കേട്ടോ. നോക്കുക ഇങ്ങനെ കേട്ടോ, സ്ട്രിങ് പോലെ വരുന്നു. നോക്ക്, വറുത്ത് വെച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇളക്കി എടുക്കാണ്ടിരിക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കി
കുറച്ച് വെച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളില്ലേ അത് കുറച്ച് കുറച്ചായിട്ട് അതിനകത്തിട്ട് ഇട്ട് കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ചത് ഇനി കേട്ടോ, ഇളക്കി കൊടുക്കുക. നല്ല പൊടി ഇഷ്ടമുള്ള പോലെ നമുക്കിട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. കുറച്ചുകൂടെ ജീരകപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കണം കേട്ടോ, ഇളക്കി എടുക്കണേ. അരിപ്പൊടി ഇട്ട് കൊടുത്തു, അപ്പോൾ വേഗത്തിൽ ഇതൊന്ന് ഡ്രൈ ആയിട്ട് വരും കേട്ടോ. അതുകൊണ്ട് ഓക്കെ, ഒരു ടേബിൾ സ്പൂൺ അല്ല, 1/2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക വേഗത്തിൽ. അത് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നോക്കുക ഓക്കെ, അതനുസരിച്ചിട്ട് അരിപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കുക. ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. ഇത് ഞാൻ ഓൾറെഡി ഫ്ലെയിമിൽ നിന്ന് മാറ്റി വെച്ചിരിക്കുക കേട്ടോ. അപ്പം അടിപൊളി ശർക്കര വരട്ടി റെഡി. ഉണ്ടോ, നമുക്കൊരു എന്താ പറഞ്ഞ ഒന്ന് ആറാൻ വേണ്ടി മാറ്റി വെക്കാം. ഓക്കെ, ഇതിനകത്തോട്ടൊന്നെടുത്ത് വെച്ചിട്ട് രണ്ട് കാ എടുത്തുണ്ടാക്കിയത്. ചെറിയ ഫാമിലി ആകുമ്പോൾ 2 കായൊക്കെ ഇനഫ്. കട്ടിയായിട്ടിരിക്കുക, നമുക്ക് കട്ടിയായിട്ടായിരിക്കണം. നന്നായിട്ടുണ്ട്. അതുപോലെ പൊടികളൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ജീരകപ്പൊടിയോ ചുക്കൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ഒക്കെ എല്ലാം ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പിന്നെ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഓണത്തിനൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കുക ഈ റെസിപ്പി. 2 എണ്ണമൊക്കെ ഉണ്ടെങ്കിൽ ധാരാളം കൊച്ചു ഫാമിലിക്ക് ഉണ്ടാവും, ഓണം സദ്യക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി വേറെ റെസിപ്പി നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. എല്ലാവർക്കും ഹാപ്പി ഓണം.